2 യൂണിറ്റുകൾ ഒരേപോലെയുള്ള 2 യൂണിറ്റുകൾ നമുക്ക് ആ ഒരൊറ്റ ബോക്സിനുള്ളിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് 2 ഡിഫറൻറ്റ് സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് എടുത്ത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള പോർട്ടുകളിലൊന്നും യാതൊരു മാറ്റമില്ല കേട്ടോ. രണ്ടും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിനെ മാത്രം എടുത്താണ് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ പുറകിലായിട്ട് ഒരു 12 വോൾട്ട് സപ്ലൈ നമുക്ക് കൊടുക്കണം. ഒരു അഡാപ്റ്റർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് ഇതിൻ്റെ ഒപ്പം തന്നെ അഡാപ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, രണ്ടെണ്ണത്തിന് ഓരോ അഡാപ്റ്റർ വെച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇന്റർനെറ്റ് എഴുതിയിരിക്കുന്ന ഒരു RJ45 പോർട്ട് കാണാം. അതുപോലെ തന്നെ ഇഥർനെറ്റ് എഴുതിയിരിക്കുന്ന ഒരു RJ45 പോർട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇന്റർനെറ്റ് എഴുതിയിരിക്കുന്ന RJ45 പോർട്ടിലേക്കാണ് നമ്മുടെ മോഡം അല്ലെങ്കിൽ നമ്മുടെ റൗട്ടറിൽ നിന്നുള്ള കേബിൾ കണക്ട് ചെയ്യേണ്ടത്. ഇത് നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് സ്വിച്ചിലേക്ക് എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലാൻ ഔട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഇത് WBS ബട്ടനാണ് വരുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്ലാസ്റ്റിക് ബോഡി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു QR കോഡും അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളെല്ലാം പുറകിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹീറ്റൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ചെറിയ ഹോൾസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനോടൊപ്പം വന്നേക്കുന്ന ഒരു പാച്ച് കോഡ് ഉണ്ട്. ഒരു സിംഗിൾ പാച്ച് കോഡ് മാത്രമേ ഒരു പെട്ടിയിൽ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ വാറണ്ടി സേഫ്റ്റി ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഇൻസ്റ്റലേഷൻ ഗൈഡും ഇവിടെ കാണാൻ സാധിക്കും.